ഹലോ ലോയ്റ്റ് വി ഗേറ്റ്സ്. സാധാരണ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗീ റോസ്റ്റ്, മസാല ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ. പക്ഷേ ഇന്ന് സ്പെഷ്യലായിട്ട് തട്ടിൽ കുട്ടുദോശയും നമ്മുടെ ലൂസ് ചമ്മന്തിയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രം കഴിക്കാൻ വന്നപ്പോൾ ദേ സിങ്കി കിടക്കണം നല്ല ഫ്രഷ് ക്രാബ്. സംഭവം ലേഡി ക്രാബ് ആണ് കേട്ടോ, കാരണം അതിന് നീല ഷെയ്ഡ് ഉണ്ടാവും. പിന്നെ ഈ ലേഡി ക്രാബിനായിരിക്കും കൂടുതൽ ദശ ഉണ്ടാവുക. തൊട്ടപ്പുറത്ത് നോക്കിയപ്പോഴോ മോനെ മനസ്സിൽ മറ്റൊരു ലെഡ് പൊട്ടി, ദേ നല്ല ഫ്രഷ് ചെമ്മീനും കിടക്കും. ഇത് കണ്ടു കഴിഞ്ഞതും ഉച്ചയാവാനുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു കേട്ടോ. ഞങ്ങളെ ഇങ്ങോട്ട് കറങ്ങാൻ പോലും പോയില്ല. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ നല്ല കിടിലൻ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിന്ന് വെള്ളം വരുവാണ്. പിന്നെ നമ്മുടെ ഒട്ടകത്തിന്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചു. പിന്നെ ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആട്ടോ, പാവയ്ക്ക ഫ്രൈ. ഇതൊക്കെ കൂടെ കൂട്ടി നല്ല ചോറ് കഴിച്ചു കേട്ടോ. ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ പതിവ് പോലെ തന്നെ നമ്മൾ ഊരുതണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്ഥിരം മെട്രോ സ്റ്റേഷൻ ബിൻ മഹ്മൂദ്. അവിടെ നമ്മൾ മെട്രോ കയറി. എല്ലാ തവണയും മെട്രോ കയറുമ്പോൾ ഞാൻ ഈ ഷോട്ട് എടുക്കണമെന്ന് ആലോചിക്കാറുണ്ട്, പക്ഷെ ഒരിക്കലും ഇവിടെ സീറ്റ് കിട്ടാറില്ല. ഇന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഇരുന്ന കുരുത്തങ്കട്ട പിള്ളേർ എണീറ്റ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അതുകൊണ്ട് അവിടെ ഇരുന്ന് ഫുള്ള് കണ്ടുപോകാൻ പറ്റി. അപ്പോൾ നമ്മൾ മെട്രോ നേരെ ചെന്ന് ഇറങ്ങിയത് കത്താറ മെട്രോ സ്റ്റേഷനിലോട്ടോ. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കത്താറയിലോട്ടാണ്. ഈ ഗിഫ്റ്റ് പോലത്തെ ബിൽഡിംഗ് കണ്ടോ, ഇതൊരു പിള്ളേരുടെ മ്യൂസിയം ആട്ടോ. അതിനകത്ത് കുറേ ഇവന്റും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ശരിക്കും പകൽ വെളിച്ചത്തിൽ ഇവിടെ വന്ന് കുറേ ഷോട്ടൊക്കെ എടുക്കണം, വീഡിയോ ഒക്കെ എടുക്കണമെന്നാണ് ആലോചിച്ചത്. പക്ഷെ ചെന്ന് കയറിയപ്പോൾ ഇരുട്ടായി. ഇവിടെ ഇപ്പം 5 മണിയാകുമ്പോൾ ഇരുട്ടാവെന്ന് അറിയാലോ. അവിടെ നമ്മൾ നടന്ന് കത്താറ ഹിൽസിന്റെ മുകളിലോട്ട് എത്തി. അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കിടിലൻ റെസ്റ്റോറന്റ് ആയിരുന്നു അവിടെ. നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അതിന്റെ സൈഡിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു അരുവിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിൽ നോക്കുമ്പോൾ നല്ല സീനറി ആയിരുന്നു കേട്ടോ. കത്താറയുടെ ഒരു സൈഡും അതേപോലെ തന്നെ ദോഹയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ട് കാണായിരുന്നു. ഇത് നല്ലൊരു കിടിലൻ ഡിന്നർ സ്പോട്ട് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വന്നിരുന്നിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. നല്ല സീനറിക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ആംബി തിയേറ്റർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലോട്ടാണ്. ഇത് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ നല്ല ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി സ്റ്റെപ്പാണ്. മുകളിൽ ബോഹോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ആട്ടോ. എന്തോ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവിടെ. സംഭവം ഓരോരോ നാഷണാലിറ്റീസിന്റെ കൾച്ചറൽ പ്രോഗ്രാംസും അതേപോലെ തന്നെ അവരുടെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റോൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഫുഡ് സാമ്പിൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. യുഎയുടെ സ്റ്റോളിൽ നിന്ന് ഒരു ഹൽവയും ഡേറ്റ്സ് ബിസ്ക്കറ്റുമാണ് തന്നത്. അടുത്ത സ്റ്റോളിൽ നിന്ന് കിട്ടിയ സാത്തറിന്റെ ഫത്തായറും കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈറലായ ഫൂഫു എന്ന് പറഞ്ഞ ഡിഷ് ടോഗോന്റെ സ്റ്റോളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ലൈവ്ലി പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചുറ്റും കാണുന്ന എല്ലാ ഹട്ടും ഓരോ കൺട്രീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന കേട്ടോ. ഈ പരിപാടി ഇത്ര വലിയ സംഭവമൊക്കെ ആയിരുന്നെന്ന് ഇവിടെ ഈ മീഡിയാസിനൊക്കെ കണ്ടപ്പോഴാട്ടോ നമുക്ക് മനസ്സിലായത്. ഈ ആഫ്രിക്കൻ കൺട്രീസിലുള്ളവരുടെയൊക്കെ പരിപാടി ഭയങ്കര ഓളം ആട്ടോ. അവിടുത്തെ പരിപാടി ഏകദേശം സൈഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മെട്രോ പിടിച്ചിട്ട് നേരെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് പോയി. പിന്നെ അവരുടെ കൂടെ സ്നൂക്കർ കളിക്കാൻ പോയി. സ്നൂക്കർ അല്ല, ബില്ലിയാർഡ്സ് കളിക്കാൻ പോയി. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വീട്ടിൽ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഡിന്നർ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ചോറിന്റെ കൂടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.